ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഈ കുട്ടിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി എന്ന കാര്യം അവർ സ്ഥിരീകരിക്കുന്നുണ്ട്. ചില CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനുകളിലെ 6 പ്ലാറ്റ്ഫോമുകളും ട്രെയിനുകളും സ്റ്റേഷൻ പരിസരവും പോലീസ് അരിച്ചുപിറക്കി പരിശോധിച്ചു. രാവിലെ 5:30ക്കാണ് കുട്ടി സ്റ്റേഷന്റെ പുറത്ത് നിൽക്കുന്നതായി വിവരം ലഭിച്ചത്. ബീച്ച് ഭാഗത്തേക്ക് കുട്ടി പോകാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം കന്യാകുമാരി സ്റ്റേഷന്റെ തൊട്ടടുത്താണ് ഈ ബീച്ച് ഉള്ളത്. ബീച്ച് ഭാഗത്തേക്ക് ഒരുപക്ഷെ കുട്ടി പോയേക്കാം. പക്ഷെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. CCTV ദൃശ്യങ്ങൾ ഇപ്പോഴും പരിശോധിച്ചു വരികയാണ്. തമിഴ്നാട് പോലീസും കേരള പോലീസ് സംഘത്തിനൊപ്പം വ്യാപകമായ തെരച്ചിൽ നടത്തുന്നുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് ബംഗളൂരു കന്യാകുമാരി ട്രെയിനിൽ കുട്ടി യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങളാണ്, ചിത്രമാണ് പ്രചരിച്ചത്, അതാണ് ലഭിച്ചത്. അത് നേരത്തെ നമ്മോട് സംസാരിച്ച ബബിതയ്ക്ക് ലഭിച്ച ചിത്രമാണത്. ബബിത ഈ പെൺകുട്ടിയുടെ അസ്വാഭാവികമായ പെരുമാറ്റം കണ്ട് സംശയം തോന്നി ആ ചിത്രം എടുത്ത് മൊബൈൽ ഫോണിൽ എടുത്ത് കയ്യിൽ സൂക്ഷിക്കുകയായിരുന്നു. തുടർന്നാണ് ഈ പെൺകുട്ടി ഇതാണ് എന്നറിഞ്ഞപ്പോൾ ബബിത പോലീസിന് ഈ ചിത്രം നൽകിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കുടുംബത്തെ ചിത്രം കാണിച്ച് പോലീസ് ഉറപ്പിക്കുകയായിരുന്നു. മാതാപിതാക്കൾ ഇവിടെ കഴക്കൂട്ടത്തുണ്ട്. ഒരു സഹോദരൻ നേരത്തെ കുടുംബത്തിൽ നിന്ന് പിണങ്ങിപ്പോയ ആളാണ്, 19 വയസ്സുകാരനാണ്. അയാൾ ചെന്നൈയിലുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ചെന്നൈ കേന്ദ്രീകരിച്ചും പോലീസിന്റെ അന്വേഷണമുണ്ട് എന്ന് മനസ്സിലാകുന്നു. ഡാൻ കുര്യനുണ്ട്. ഡാൻ, എന്തെങ്കിലും ആശ്വാസകരമായ വിവരം ഈ കുടുംബത്തിന് പോലീസ് നൽകുന്നുണ്ടോ? എന്ത് സന്ദേശമാണ് ഇതുവരെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്? രഞ്ജിത്ത്, ഈ ആശ്വാസകരമായ വിവരം എന്നതിനപ്പുറത്തേക്ക് ഈ കുടുംബ പശ്ചാത്തലം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന പോലീസ് വിശദമായി നടത്തുകയാണ്. ആ പരിശോധനയിലാണ് 19 വയസ്സുള്ള ഈ അൻവർ ഹുസൈന്റെ മൂത്ത മകൻ, അദ്ദേഹം ഈ വീടുമായിട്ട് വലിയൊരു ബന്ധം ഇല്ലാതെ ചെന്നൈയിലേക്ക് പോയി, പിന്നീട് ഇവരുമായി അങ്ങനെ ഈ മാതാപിതാക്കളുമായി അടക്കം ബന്ധപ്പെടാൻ, ഫോണിൽ പോലും ബന്ധപ്പെടാൻ ശ്രമിക്കാറില്ലായിരുന്നു എന്നുള്ള സൂചനകളൊക്കെ ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മകനുമായി ഈ കാണാതായിരിക്കുന്ന തസ്നിക്ക് 13കാരിക്ക് ഏതെങ്കിലും തരത്തിൽ അവർ തമ്മിൽ അങ്ങനെ ഒരു ഫോൺ സൗഹൃദമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബന്ധം കീപ്പ് ചെയ്തിരുന്നോ എന്ന് അറിയാനുള്ള ഒരു നീക്കം പോലീസ് നടത്തിയത്. അതിനിടയിൽ പോലീസിന്റെ അന്വേഷണം ഈ കുടുംബവുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളിലേക്ക് കൂടി, അതായത് കുടുംബ പശ്ചാത്തലമടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൂടി കേന്ദ്രീകരിക്കുകയാണ്. ഇപ്പോൾ ഈ അയൽവാസിയായിട്ടുള്ള ഒരാൾ എന്നോടൊപ്പം ചേരുന്നു. താങ്കളുടെ പേര്? അനീഷ്. നിങ്ങൾ എത്ര നാളായി ഇവിടെ? 1.5 വർഷമായി. 1.5 വർഷമായി. ഇവരെ കാണാൻ തുടങ്ങിയിട്ട് ഏകദേശം 1.5 ആഴ്ചക്കകത്താവും. ഇവരുടെ ഒരു സാഹചര്യം എങ്ങനെയാണ്? നിങ്ങൾ ഇവരുടെ സാഹചര്യം കാരണം 1.5 ആഴ്ച കൊണ്ട് ഇവർ പുറത്ത്, കുട്ടികൾ മാത്രമേ പുറത്തോട്ട് ഇറങ്ങാറുള്ളൂ. ഈ കാണാതായ കുട്ടികളും ഇതിന്റെ താഴെ വേറെ 2 കുട്ടികളുണ്ട്. ഇവർ റോട്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടയും അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും ചെയ്യും. ഈ കാണാതായ കുട്ടി അങ്ങനെ പുറത്തോട്ട് അധികം വരാറുണ്ടായിരുന്നു? വരാറുണ്ട്. ഈ കുട്ടിയുടെ തന്നെ അമ്മയാണോ? അങ്ങനെ എന്തെങ്കിലും സൂചനകൾ റൂമർ കേൾക്കുന്നുണ്ട്. കാരണം ഇത് അദ്ദേഹത്തിന്റെ 2ാം ഭാര്യ എന്നാണ് കേൾക്കുന്നത്. കാരണം ആദ്യ ഭാര്യയിലെ കൊച്ചാണ് ഇപ്പൊ മിസ്സായിട്ടുള്ളത്. അതുപോലെ സഹോദരൻ എന്ന് പറഞ്ഞില്ലേ, അത് ആദ്യ ഭാര്യയിലുള്ള, അവർ 2 പേരാണ് ആദ്യ ഭാര്യയിലുള്ളത്. ഇത് 2ാമത്തെ ഭാര്യ. അതായത് ഈ കുട്ടിയുടെ 2ാം അമ്മയാണ് ഈ അൻവർ ഹുസൈൻ ഇപ്പം ഉള്ളത്. അതെ. ഈ കുഞ്ഞ് ഏതെങ്കിലും തരത്തിൽ മർദ്ദനമല്ലോ അങ്ങനെ എന്തെങ്കിലും? തീർച്ചയായിട്ടും. കാരണം എന്റെ തൊട്ട അയൽവാസിയുണ്ട്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നു. കാരണം അദ്ദേഹം പറഞ്ഞു, കാരണം ഭയങ്കര കരച്ചിലായിരുന്നു അടി കൊടുത്തിട്ട്. കാരണം അതായത് ഇത് ഇപ്പൊ നിലവിലുള്ള ഭാര്യയുടെ 2 മക്കളുണ്ട്, ചെറിയ മക്കളുണ്ട്. ഈ ചെറിയ മക്കളും ഇപ്പൊ മിസ്സായ കുട്ടിയായിട്ട് വഴക്കുണ്ടായി. ഈ വലിയ ഇപ്പൊ മിസ്സായ കുട്ടി ഈ താഴത്തെ കുട്ടിയെ അടിച്ചു. അതിന്റെ ദേഷ്യത്തിലാണ് ഈ തള്ള വന്ന് ഈ മൂത്ത കുട്ടിയെ അടിച്ചതും അത് ഇറങ്ങിപ്പോകാൻ കാരണം. അല്ലാതെ മർദ്ദിച്ചിട്ടുണ്ട്? നല്ല രീതിയിൽ മർദ്ദിച്ചെന്നാണ് അയൽവാസി പറഞ്ഞത്. നമ്മൾ കണ്ടില്ല, പക്ഷെ നല്ല രീതിയിൽ മർദ്ദിച്ചെന്നാണ്. കാരണം അത്രത്തോളം വിളി അങ്ങോട്ട് കേട്ടെന്നാണ് പറയുന്നത്. ഭയങ്കര തൊട്ട അയൽവാസിയുണ്ട്. അത്രയും കരച്ചിൽ കേട്ടു. അപ്പോൾ ഇങ്ങനെ ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരുപക്ഷേ നമ്മൾ ഇതുവരെ കരുതിയിരുന്ന പോലെയല്ല സാഹചര്യങ്ങൾ. ആ കുടുംബവുമായി ബന്ധപ്പെട്ട പോലീസ് ഇങ്ങനെ അന്വേഷണം വിശദമായ തരത്തിലേക്ക് നടത്താനിടയായ സാഹചര്യവും അത് തന്നെയായിരിക്കും. അതായത് ഈ കുട്ടിയുടെ രണ്ടാം അമ്മയാണ് ഇപ്പോൾ അവിടെ ഉള്ളത് എന്ന വിവരങ്ങൾ. അതായത് അൻവർ ഹുസൈനൊപ്പം ഇപ്പോൾ ഉള്ളത് കുട്ടിയുടെ രണ്ടാം അമ്മയാണ്. രണ്ടാം അമ്മയുടെ ഭാഗത്ത് നിന്ന് ഈ കുട്ടിക്ക് മർദ്ദനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളുമായി അയൽവാസികൾ തന്നെ രംഗത്തെത്തുമ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരു 2 മണിക്കൂർ മുമ്പ് പോലീസ് ഉദ്യോഗസ്ഥർ ഈ വീടിനുള്ളിലേക്ക് കടന്നുവന്ന് അംഗങ്ങളെ അകത്തെ ഒരു മുറിയിലേക്ക് കയറ്റി പരിശോധന നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കാം ഈ കുടുംബത്തിനുള്ളിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഈ ഇപ്പോഴുള്ള അൻവർ ഹുസൈന്റെ ഭാര്യയും ഈ 13 വയസ്സുകാരിയുമായി
ഈ വഴക്കുണ്ടാകാറുണ്ടായിരുന്നു എന്ന തരത്തിൽ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കുട്ടിയുടെ അച്ഛൻ ഈ നമ്മൾ ഈ ദൃശ്യങ്ങൾ കണ്ട ആൾ തന്നെയാണ്. ഇത് രണ്ടാം അമ്മയാണ്. ഈ രണ്ടാം അമ്മയ്ക്ക് ഈ അച്ഛനിൽ 2 മക്കൾ കൂടിയുണ്ട് അല്ലെ. അതിൽ രണ്ടാമത്തെ ഒരു കുഞ്ഞുമായാണ് ഈ കുട്ടി വഴക്കുണ്ടാക്കിയത്, തസ്മീദ് വഴക്കുണ്ടാക്കിയത്. തുടർന്ന് ഈ രണ്ടാം അമ്മ ഈ കുട്ടിയെ മർദ്ദിക്കുകയായിരുന്നു. അതിന്റെ വിഷമത്തിലാണ്. ഒരുപക്ഷെ ഇത്തരത്തിൽ സ്ഥിരമായി ഒക്കെ മർദ്ദനം ഏറ്റുവാങ്ങുന്ന ഒരു കുട്ടി കൂടി ആയിരിക്കും ഇത്. അത്തരത്തിലൊരു വികാര വിക്ഷോഭത്തിലായിരിക്കാം ഒരുപക്ഷെ അത് വീട് വിട്ടിറങ്ങിയത്. ഇത് ആദ്യത്തെ സംഭവം ആയിരിക്കില്ല, അങ്ങനെയും കരുതണം അല്ലേ? രഞ്ജിത്ത്, നമുക്ക് ഇങ്ങനെ ഒരു സംശയം, അതായത് ഇവർ ഈ പ്രതികരണങ്ങൾ നടത്തുന്ന സമയത്തൊക്കെ ഈ വൈകാരികമായി ഒരു ദുഃഖം മുഖത്ത് അല്ലെങ്കിൽ ആ വാക്കുകളിലൊക്കെ പ്രതിഫലിച്ചിരുന്നത് അൻവർ ഹുസൈന്റെ ഭാഗത്തു നിന്ന് മാത്രമായിരുന്നു. ഈ കുട്ടിയുടെ അമ്മ നമ്മൾ ഇത്രയധികം നേരം മാധ്യമങ്ങളോടൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന ആ യുവതി, അവർ വളരെ ധൈര്യത്തോടെ അല്ലെങ്കിൽ ഒരു മൂന്നാമതൊരാളിൽ നിന്ന് ഈ കാര്യങ്ങൾ എങ്ങനെയാണോ വിവരിക്കുന്നത് ആ രീതിയിലായിരുന്നു ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്. ഒരു മകളെ നഷ്ടപ്പെട്ട അമ്മയുടെ വേദന ആയിരുന്നില്ല അവർ മുഖത്ത് ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ അത് ശരിവെക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ അയൽവാസികളുടെ ഭാഗത്തുനിന്ന്. ഒരുപക്ഷെ ഈ സംഭവം ഉണ്ടായി ആദ്യമായിട്ടായിരിക്കും പരസ്യമായി ഇങ്ങനെ ഒരു പ്രതികരണം അയൽവാസികളുടെ ഭാഗത്ത് നിന്ന്. അതായത് ഇത് കുട്ടിയുടെ രണ്ടാം അമ്മയാണ് ഈ വീട്ടിലുണ്ടായിരുന്നതെന്നും ഈ രണ്ടാം അമ്മയിൽ ഉള്ള 2 മക്കളുമായി ഈ തസ്നീം, അതായത് തസ്നീമും 19 വയസ്സുള്ള തസ്നീമിന്റെ മൂത്ത സഹോദരി, ഇവർ 2 പേർ അൻവർ ഹുസൈന്റെ മറ്റൊരു ഭാര്യയിലുണ്ടായിരുന്ന മക്കളാണ്. അപ്പോൾ ഈ തസ്നീമുമായി ഈ ഇപ്പോൾ ഇവിടെയുള്ള അൻവർ ഹുസൈന്റെ ഭാര്യ അവർ വഴക്കുണ്ടാകുന്നു. ആ വഴക്കിനെ തുടർന്ന് ഇവർക്ക് മർദ്ദനമേൽക്കുന്നു. ആ മർദ്ദനത്തിൽ മനം നൊന്താണ് ഈ കുട്ടി വീട് വിട്ടു പോകാൻ ഇടയായത് എന്ന തരത്തിലുള്ള സൂചനകൾ പുറത്തു വരുമ്പോൾ പോലീസിന്റെ അന്വേഷണം മറുദിശയിലേക്ക് കൂടി കുടുംബ പശ്ചാത്തലം കേന്ദ്രീകരിച്ചുകൊണ്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ച അയൽവാസി അടക്കമുള്ളവരുടെ പ്രതികരണങ്ങൾ നിർണായകമാകാൻ പോകുന്നത്. അവിടെ പോലീസ് ഏത് തരത്തിലായിരിക്കും ആ അന്വേഷണത്തിൽ ഈ കുടുംബാംഗങ്ങൾക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെയുള്ള ഈ അൻവർ ഹുസൈന്റെ ഭാര്യയ്ക്ക് തസ്നീമിനോടുണ്ടായിരുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുൻകോപമാണോ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്ക് ഇങ്ങനെ അല്ലെങ്കിൽ ഈ വീട് വിട്ടു പോകുന്ന തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചതെന്ന അന്വേഷണമൊക്കെ പോലീസ് മറുദിശയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ കുടുംബ പശ്ചാത്തലം തന്നെയാണ് കുട്ടിയെ ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചത് എന്ന് വ്യക്തമാക്കുന്ന സൂചനകളാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത്. അങ്ങനെയാണെങ്കിൽ 19 വയസ്സുള്ള കുട്ടിയുടെ മൂത്ത സഹോദരൻ, സ്വന്തം സഹോദരനുമായി മൂത്ത സഹോദരനുമായി കുട്ടി ഈ വിഷമങ്ങൾ പങ്കുവെക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? അയാളുമായി സംസാരിച്ചിട്ടുണ്ടോ? പോയിരിക്കുന്നത് അവിടേക്കാണോ? ഇതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി അന്വേഷണം നടക്കുന്നുണ്ട്. അതിനിടയിലാണ് കുട്ടിക്ക് ക്രൂരമായി മർദ്ദനമേറ്റിരുന്നു എന്ന തരത്തിലുള്ള സൂചനകൾ കൂടി ഇപ്പോൾ അയൽവാസികളുടെ ഭാഗത്തുനിന്ന് പുറത്തുവരുന്ന. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും അത്തരം അന്വേഷണത്തിലേക്ക് കൂടി പോലീസ് ഒരുപക്ഷെ ഈ കുട്ടിയെ കണ്ടെത്തിയ ശേഷം കടന്നേക്കാം. ഏതായാലും ഈ പെൺകുട്ടി എവിടെ എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തമായ സൂചനയില്ല. 24 മണിക്കൂർ എന്നത് വലിയ കാലയളവാണ്. എനിക്ക് തോന്നുന്നു പോലീസ് അന്വേഷണമൊക്കെ ആരംഭിച്ചിട്ട് അതിന്റെ പകുതി സമയമേ ആയി കാണുകയുള്ളൂ. കാരണം പരാതിയൊക്കെ കിട്ടി ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊക്കെ ശേഖരിച്ച ശേഷമുള്ള അന്വേഷണമാണ്. ഒരുപക്ഷെ 10-12 മണിക്കൂർ മാത്രമാണ് അന്വേഷണ വഴികളിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഈ പെൺകുട്ടിയുടെ അമ്മ നേരത്തെ രണ്ടാം അമ്മ പ്രതികരിച്ചിരുന്നു അവരുടെ വാക്കുകളിലേക്ക്. वो बच्चा फोन करके बोल रहे हैं माँ दीदी मेरा मर रहा है, पिट रहा है। मैं बोल रहे मैं तो ड्यूटी में, तुम रूम पर ताको, मोबाइल से पिस कर देखो, रूम में ताको, मारपीट मत करो। तुरंत बाद आबार फोन किया, माँ दीदी मेरे मार के मुँह तेजुला दिया। तो मैं इधर आया, दोनों को 2 थप्पड़ लगाया। वो लड़की मेरा साथ काम पे लिए गया और बड़ो वाला लड़की और छोटा लड़की रूम में था। मैं तो और कुछ मालूम नहीं, मैं तो ड्यूटी में गया था। बाद 1 बजे आया खाना खाने के लिए, आया तो नहीं, रूम में नहीं मिला। वो लड़की बोल रहे, वो छोटा वाला लड़की वो बोल रहे दीदी कहाँ गया था, मुझे मालूम नहीं है। और तब पापा और मैं ढूंढ रहा था, नहीं मिला। तो बाद पुलिस स्टेशन गया था, मैं बोल रहा था मेरा लड़की गुम गया, मेरा लड़की कोई नहीं मिला। वो पुलिस मेरा साथ दिया तो कुछ अभी मिला नहीं, वो बात है और कुछ नहीं। पुलिस तो ढूंढ रहा है, बोल रहे टेंशन मत लो, हमारा केरला मीडिया पुलिस सब साथ में है, तुम्हारा बच्चा मिल जाएगा। वो बोल रहा है और कुछ नहीं, कोई जानकारी नहीं है।
मैं तो 1 महीना हुआ ये आया केरला में आया 1 महीना हुआ അതാണ് സാഹചര്യം. ഡാനി ഇപ്പോൾ അവിടെ തുടരുന്നുണ്ട്. ഈ മാതാപിതാക്കൾ രണ്ടുപേരും അവിടെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ? നമുക്ക് പോലീസ് അവിടെ നേരത്തെ എത്തി. ഡാൻ കുര്യനുണ്ട് അവിടെ. പോലീസ് അവിടെ എത്തി. നേരത്തെ അന്വേഷണമൊക്കെ ആരംഭിച്ചിരുന്നു. ഇവരുടെ മൊഴികൾ ശേഖരിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങൾ ഇവരിൽ നിന്ന് ശേഖരിച്ചിരുന്നു.